ഗ്രേറ്റ തുമ്പർഗിൻ്റെ ആ കപ്പൽ ഇസ്രായേൽ പിടിച്ചെടുത്തതിനെക്കുറിച്ചാണ്. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം തുടരുന്നു. 24 മണിക്കൂറിടെ 100-ലധികം ആളുകൾ ഇപ്പോഴും കൊല്ലപ്പെടുന്നു. ആളുകളെ പട്ടിണിക്കിട്ടുള്ള കൊലപാതകങ്ങൾ, ഒപ്പം ഭക്ഷണത്തിന് വരി നിൽക്കുന്ന മനുഷ്യരുടെ മേൽ ബോംബ് വർഷിച്ചുള്ള കൊലപാതകം, ഇത് തുടർക്കഥയായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലോകത്ത് വിവിധ രാജ്യങ്ങൾ, വിവിധ മൂവ്മെൻറ്റുകൾ, വ്യക്തികളൊക്കെ തന്നെയും രംഗത്ത് വരുന്നു. പക്ഷേ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. അപ്പോൾ ഗസയ്ക്ക് അടിയന്തര മനുഷ്യ സഹായവുമായി ഒരു സംഘം ആളുകൾ ഗ്രേറ്റ തുമ്പർഗിൻ്റെ നേതൃത്വത്തിൽ, പിന്നെയും യൂറോപ്യൻ യൂണിയനിലെ അംഗങ്ങളടക്കമുള്ള ആളുകൾ 12 പേരടങ്ങുന്ന ഒരു സംഘം യാത്ര ചെയ്യുകയാണ്. ഒരു കപ്പൽ മുമ്പൊരിക്കൽ അവർ യാത്ര ചെയ്തത് നമുക്കറിയാം. പക്ഷേ അത് ഉപാധിയിൽ വെച്ച് നിന്നുപോയി. വീണ്ടും ഒരിക്കൽ കൂടി ഗസയിലേക്ക് മനുഷ്യസഹായം എത്തിക്കാൻ ഇസ്രായേലിൻ്റെ ബ്ലോക്കേഡുകളെ മറികടന്നുകൊണ്ട് പോവുക എന്ന ലക്ഷ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇവർ യാത്ര ചെയ്യുന്നത്. ആ യാത്രയുടെ എല്ലാ അപ്ഡേറ്റും ഓരോ ദിവസവും അവർ സമൂഹ മാധ്യമങ്ങൾ വഴി പങ്കുവയ്ക്കുമായിരുന്നു. ഇസ്രായേൽ ആ യാത്ര ചെയ്യാൻ പാടില്ല, അത് ജൂതർക്കെതിരായിട്ടുള്ള ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമാണെന്നിട്ടുള്ള ആക്ഷേപമൊക്കെ അവർക്കെതിരെ ചൊരിയുകയും ചെയ്തു. പക്ഷേ അവർ ആ കപ്പലുമായിട്ട് പോയി. ഒരു ഘട്ടം എത്തിയപ്പോൾ ഇന്നിപ്പോൾ അവരുടെ കപ്പൽ ഇസ്രായേൽ പിടിച്ചെടുത്തിരിക്കുന്നു. അവരുടെ എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യത്തെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇവരെ വിട്ടയക്കും ആക്ടിവിസ്റ്റുകളെ. അവരെ ഒക്ടോബർ 7-ലെ ദൃശ്യങ്ങൾ, ഭീകരമായ ദൃശ്യങ്ങൾ കാണിക്കും. എന്താണ് ഇസ്രായേൽ അനുഭവിച്ചതെന്നൊക്കെ അവരെ പഠിപ്പിച്ചിട്ടാണ് വിട്ടയക്കുക. ഏകപക്ഷീയമായ സമീപനം ഗസയുടെ കാര്യത്തിൽ പാടില്ല എന്നൊക്കെയാണ് ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് വരുന്ന ഔദ്യോഗികമായ പ്രതികരണങ്ങൾ കാണുന്നത്. പൊതുവേ ആരും വിചാരിച്ചിരുന്നില്ല അവർക്കതിൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയും. ഈ ഇസ്രായേലിൻ്റെ പ്രതിബന്ധങ്ങളെ മറികടന്നുകൊണ്ട് അവിടെ പോയി ഗസയ്ക്കുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ കഴിയും, അല്ലെങ്കിൽ സഹായം വിതരണം ചെയ്യാൻ കഴിയുമെന്ന് പൊതുവെ വിചാരിച്ചിരുന്ന ഒന്നല്ല. പക്ഷേ അവരൊരു സ്റ്റെപ്പ് എടുക്കുന്നു. അത് ലോകത്തെ ആ നിലയിലേക്കുള്ള ശ്രദ്ധ കൊണ്ടുവരുന്നതിന് വേണ്ടി ഇത്തരം ഐക്യദാർഢ്യങ്ങളുടെ പ്രാധാന്യം എന്താണെന്ന് ലോകത്തെ പഠിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു ശ്രമമാണ്. ആ ശ്രമം വിജയിച്ചിട്ടില്ല. അതിൻ്റെ സാങ്കേതിക അർത്ഥത്തിൽ വിജയിച്ചിട്ടെങ്കിലും അവരുടെ ഒരു എന്താണോ അവർ ലോകത്തിന് കൊടുക്കാൻ ശ്രമിച്ച മെസ്സേജ്, അതെന്തുമാത്രം വിജയിച്ചു എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ആദ്യം സംസാരിക്കുന്നത്. ദാവൂസേവൻ, എന്താണ് തോന്നുന്നത്? ഇസ്രായേലിൻ്റെ പ്രതിബന്ധങ്ങളെ മറികടന്നുകൊണ്ട് സഹായം എത്തിക്കുക, അല്ലെ തന്നെ ആ കപ്പലിൽ അതിന് മാത്രമുള്ള സഹായങ്ങളൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ഒരു ഗോൾ, ലക്ഷ്യം എന്തായിരുന്നു? അതെന്തുമാത്രം നിറവേറ്റാൻ അവർക്ക് പറ്റി? അതിൽ ഒന്നാമത് ഈ കപ്പലെന്ന് പറയുന്നതിൽ തന്നെ പ്രശ്നമുണ്ട്. ഇത് ചെറിയ ഒരു വെസൽ, എന്താണ്, യാട്ടാണ്. നമ്മുടെ മലയാളത്തിൽ പറഞ്ഞ നൗകകളാണ്, ചെറു നൗകകളാണ്. അപ്പോൾ അതിലുള്ള വസ്തുക്കൾ മുഴുവൻ ഗസയിലെത്തിയാൽ തന്നെയും പ്രത്യേകിച്ച് ഗസക്കാർക്ക് അതുകൊണ്ട് അവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടാനൊന്നും പോകുന്നില്ല. അതിൽ കൂടുതലുള്ളത് ബിസ്ക്കറ്റുകൾ, ചോക്ലേറ്റ്, നാപ്കിൻ, കിറ്റുകൾ, ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു പ്രതീകാത്മകമായിട്ടുള്ള യാത്രയാണ്. അതുകൊണ്ട് തന്നെ അതൊരു സഹായ യാത്ര, എയ്ഡ് വെസൽ എന്ന് പറയുന്നത് തന്നെ ശരിയല്ല. അതൊരു സോളിഡാരിറ്റി വെസലാണ്. അപ്പോൾ അത് നമ്മൾ കാണേണ്ടത് ഈ ഒക്ടോബർ 7, 2023 ഒക്ടോബർ 7 ശേഷം ഉണ്ടായ ഈ ഗസ പലസ്റ്റൈൻ ഇഷ്യൂവിനെ തുടർന്നുണ്ടായിട്ടുള്ള ഒരു സംഗതിയല്ല. അപ്പോൾ പല ആളുകളും പറയുമല്ലോ, എന്താണ് ഒക്ടോബർ 7 ഉണ്ടായതുകൊണ്ടല്ലേ. ഈ ഇത്തരം യാത്രകൾ സംഘടിപ്പിക്കുന്നത് ഫ്രീഡം ഫ്ലോട്ടീല മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻ്റർനാഷണൽ കോalition-ഉണ്ട്. വിവിധ രാജ്യങ്ങളിലെ മനുഷ്യാവകാശ പ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ, പലസ്റ്റൈൻ സോളിഡാരിറ്റി മൂവ്മെൻറ്റുകൾ, അവരൊക്കെ ചേർന്നിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ ലൂസ് കോalition-ആണ് ഈ ഫ്രീഡം ഫ്ലോട്ടീല മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് വരുന്നതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ 2007 മുതൽ ഗസ ഉപരോധത്തിലാണ്. പലസ്തീൻ പ്രശ്നത്തെക്കുറിച്ച്, ഗസയെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒക്ടോബർ 7 ശേഷമാണ് എല്ലാം ഉണ്ടായത് എന്ന് നമ്മുടെ നാട്ടിലും പറയുന്ന ആളുകളുണ്ട്. പക്ഷേ 2007 മുതൽ ഗസ ഉപരോധത്തിലാണ്. കരമാർഗവും വ്യോമമാർഗവും സമുദ്രമാർഗവും ഉപരോധത്തിലാണ്. അപ്പോൾ ഗസയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ 2 ഭാഗങ്ങൾ ഇസ്രായേലാണ്, 2 ഭാഗങ്ങൾ ഇസ്രായേലാണ്, ഒരു ഭാഗം ഈജിപ്റ്റാണ്. കര വഴി ഇത് ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇസ്രായേൽ ഉപരോധിച്ച് നിർത്തിയിരിക്കുന്നു. ഇസ്രായേലിൻ്റെ നിർദ്ദേശാനുസരണം ഈജിപ്തും ഉപരോധിച്ച് നിർത്തിയിരിക്കുന്നു. പിന്നെ കടൽ വഴിയാണ് പോകാൻ പറ്റുക. കടൽ വഴിയുന്ന ഗസയുടെ അവരുടെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ്, അത് കഴിഞ്ഞാൽ പിന്നെ ഇൻ്റർനാഷണൽ വാട്ടേഴ്സാണ്. അവിടെ ആർക്കും, ലോകത്തുള്ള ആർക്കും ഗസയിലേക്ക് പ്രവേശിക്കാനും അവിടുന്ന് പുറത്തേക്ക് കടക്കാനും നിയമപരമായി സാധിക്കും. പക്ഷേ 2007 മുതൽ ഇസ്രായേലി നാവി ഷിപ്പുകൾ അത് ഉപരോധിച്ച് നിർത്തിയിരിക്കുകയാണ്. പുറത്തുള്ള ഒരാൾക്കും ഗസയുടെ ടെറിട്ടോറിയൽ വാട്ടേഴ്സിലേക്ക് കടക്കാൻ പറ്റില്ല. ഗസയിൽ നിന്നുള്ള ആളുകൾക്ക് പുറത്തേക്കും കടക്കാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, അവിടുത്തെ ഈ ഫിഷർമാൻ ഉണ്ടല്ലോ, അവരുടെ ഈ പറയുന്ന മീൻ പിടിക്കാനുള്ള പരിധി അത് ഇസ്രായേലാണ് നിശ്ചയിക്കുന്നത്. ഇസ്രായേൽ പലപ്പോഴും അത് അവരുടെ ഇഷ്ടാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. ഇനി അനുവദിക്കപ്പെട്ട പരിധിയിൽ വെച്ച് മീൻ പിടിക്കുന്ന ഗസക്കാരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ നിരവധി ആളുകളെ വെടിവെച്ച് കൊന്ന് 2007 മുതൽ വെടിവെച്ച് കൊന്ന ചരിത്രമുണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു 50-ലേറെ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ മീൻപിടുത്തക്കാർ മാത്രമായിട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ 2007 ഈ ഉപരോധം ഏർപ്പെടുത്തിയ അന്ന് മുതൽ ഇത് മനുഷ്യവിരുദ്ധമായ ഉപരോധമാണ്. അവിടേക്ക് സാമാന്യമായി ചരക്കുകളുടെയും മനുഷ്യരുടെയും സഞ്ചാരം സാധ്യമാക്കണം എന്ന ആവശ്യം ലോകതലത്തിലുണ്ട്. പക്ഷെ അതാരും ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ അതിനെതിരായിട്ടുള്ള ഈ ഉപരോധം
ഉപരോധത്തെക്കുറിച്ച് ലോകത്തെ ബോധവൽക്കരിക്കുക, ഉപരോധം മറികടക്കാൻ വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നടത്തുക. ഈ ആവശ്യത്താണ് ഈ ഫ്രീഡം ഫ്ലോട്ടിൽ ആ മൂവ്മെൻറ്റ് ആരംഭിക്കുന്നത്. അവരുടെ ഒരു ഫോക്കസ് ഇതാണ്, ഈ സീജ് ഉപരോധം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ 2007 തുടങ്ങുന്നു. അതിനുശേഷം ഈ നിലക്കുള്ള കപ്പൽ മാർഗേണ ഗസയിലേക്ക് എത്താനുള്ള പരിശ്രമം നടക്കുന്നുണ്ട്. പലതും പറഞ്ഞതുപോലെ പാതിവഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടു പല കാരണങ്ങളാൽ. അതിൽ ഗസയെ എന്ത് വന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ ഗസയെ ലക്ഷ്യം വെച്ച് തന്നെ പോകുമെന്ന് പറഞ്ഞ് 2010 മെയ്യിൽ പുറപ്പെട്ടതാണ് ഈ മാവി മർമര ഫ്ലോട്ടില എന്ന് പറയുന്നത്. ഗസ ഫ്രീഡം ഫ്ലോട്ടില എന്ന പേരിലാണ് അറിയപ്പെട്ടത്. തുർക്കിയിൽ ഇസ്താംബുളിൽ നിന്ന് ആരംഭിക്കുകയാണ്. അതാണ് ലോകത്ത് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട ഗസ ഫ്രീഡം ഫ്ലോട്ടില എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ് ശ്രദ്ധിക്കപ്പെട്ടതെന്ന് വെച്ചാൽ അത് ഗസയുടെ അവരുടെ ടെറിട്ടോറിയൽ വാട്ടേഴ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേലി പട്ടാളം, ഇസ്രായേലി നേവി അതിനകത്ത് അതിക്രമിച്ച് കയറുകയും അവിടെ അതിനകത്തുണ്ടായിരുന്ന യാത്രക്കാർക്ക് നേരെ വെടിവെക്കുകയും ചെയ്തു. 9 പേരാണ് തൽക്ഷണം കൊല്ലപ്പെട്ടത്. ഒരാൾ പിന്നീട് പരിക്കുപറ്റ, ഒരാൾ പിന്നീട് കൊല്ലപ്പെട്ടു. മൊത്തം 10 പേർ കൊല്ലപ്പെട്ടു. ആ 10 പേരിൽ 9 പേരും ടർക്കിഷ് സിറ്റിസനായിരുന്നു, ഒരാൾ ടർക്കിഷ് അമേരിക്കൻ സിറ്റിസനാണ്. അത് ലോകതലത്തിൽ വലിയ വിവാദം ഉണ്ടായി. ഈ ടർക്കിഷ് ഇസ്രായേലി റിലേഷൻഷിപ്പ് തന്നെ മോശമാകുന്നതിൽ ഡൗൺഗ്രേഡ് ചെയ്യുന്നത് അതിന് ശേഷമാണ്. അത് വലിയ വാർത്തയും വലിയ വിവാദമൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ പറയുന്ന ഫ്രീഡം ഫ്ലോട്ടില എന്ന് പറയുന്ന ആശയം വളരെ നേരത്തെയുള്ളതാണ്. ഈ അമേരിക്കൻ ജേർണലിസ്റ്റായിട്ടുള്ള അഫ്ഗാനിസ്ഥാനിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയൊക്കെ ചെയ്ത ആ ലേഡി ഉണ്ടല്ലോ, തീരാൻ മറന്നുപോയി, ഇവോൺ റില്ലിയുടെ നേതൃത്വത്തിൽ ഇതേമാതിരി ഒരു ഫ്രീഡം ഫ്ലോട്ടിൽ മുമ്പ് പുറപ്പെട്ടിരുന്നു. ഇത് തന്നെ കഴിഞ്ഞ മാസം മാൾട്ടയിൽ നിന്നൊരു ഫ്ലോട്ടിൽ പുറപ്പെട്ടു. പക്ഷേ അത് പുറപ്പെട്ട് മാൾട്ടയുടെ ഈ അവരുടെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് കടന്ന ഉടനെ തന്നെ ഇസ്രായേലി ഡ്രോണുകൾ വന്ന് അത് അറ്റാക്ക് ചെയ്ത് നമ്മൾ കണ്ടു. അപ്പോൾ സമാനമായി ഇപ്പോൾ ഇതിലുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഗ്രേറ്റ തുംബർഗിൻ്റെ സാന്നിധ്യമുണ്ട്. അതേപോലെ ഒരു ഫ്രാൻസിൽ നിന്നുള്ള യൂറോപ്യൻ പാർലമെൻറ്റ് അംഗമായിട്ടുള്ള റീമ ഹസൻ ഇതിനകത്ത് ഭാഗമാണ്. അമേരിക്കൻ കൂടുതലും യൂറോപ്യൻ സിറ്റിസൻസാണ്. അപ്പോൾ തുർക്കിയിൽ നിന്ന് പുറപ്പെട്ട കപ്പൽ അതിൽ അതിക്രമിച്ച് കയറി അവരെ വെടിവെച്ച് കൊന്നതുപോലെ ഈ യൂറോപ്യൻ ആളുകളെ കൊല്ലാൻ ഇസ്രായേൽ അങ്ങനെ അങ്ങ് തുനിഞ്ഞുകൊള്ളണമെന്നില്ല. അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, രാഷ്ട്രീയമായ പ്രശ്നങ്ങളെക്കുറിച്ച് ഉള്ളതുകൊണ്ടായിരിക്കാം വലിയ ആക്രമണം ഉണ്ടായിട്ടില്ല. അവർ കപ്പലിലേക്ക് കടന്നു കയറുന്നു, ആളുകളെ ബന്ദികളാക്കിയിട്ട് ഇസ്രായേലിൻ്റെ തന്നെ തുറമുഖങ്ങളിൽ അഷ്തോദിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു വലിയൊരു കാഷ്വാലിറ്റിയോ വലിയ അതിക്രമമൊന്നും ഉണ്ടായിട്ടില്ല. അവരൊരു കമാൻഡോ ഓപ്പറേഷനിലൂടെ ആ യാട്ട് കീഴടക്കി തിരിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇതിലുള്ള പ്രശ്നം ഇതാണ്, എന്താണ് ഫലസ്തീൻ പ്രശ്നം എന്നുള്ളതിനെക്കുറിച്ച് ലോകം ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അത് നടക്കുന്നു എന്നുള്ള എങ്ങനെയാണ് ഒരു ഇൻ്റർനാഷണൽ വാട്ടേഴ്സിലൂടെ സഞ്ചരിക്കുന്ന ഒരു കപ്പൽ അതിൽ കടന്നു കയറി അതുള്ള യാത്രക്കാരെ ബന്ദിയാക്കാൻ ഏത് നിയമമാണ് ഇസ്രായേൽ അനുവദിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരാൾക്ക് ഉത്തരം പറയാൻ പറ്റില്ല. നിയമവിരുദ്ധമായ കാര്യമാണ് ഇസ്രായേൽ ചെയ്യുന്നത്. നിയമവിരുദ്ധമായ കാര്യമാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ വിവിധ രാജ്യങ്ങളിലെ പൗരന്മാരോടാണ് അവർ നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തി ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ആരും അതിനെ ചോദ്യം ചെയ്യാത്തത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണല്ലോ. ഇപ്പോൾ ഫ്രാൻസിൽ നിന്നുള്ള ഒരു MP അവരോട് നിയമവിരുദ്ധമായി ഇസ്രായേൽ പെരുമാറിയിരിക്കുകയാണ്. വളരെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആദരിക്കപ്പെടുന്ന ഒരു സ്വീഡിഷ് ആക്ടിവിസ്റ്റായിട്ടുള്ള ഗ്രേറ്റ, അവരോട് ഇസ്രായേൽ ഇങ്ങനെ പെരുമാറിയിരിക്കുന്നത് നിയമവിരുദ്ധമായിട്ടാണ് പെരുമാറിയിരിക്കുന്നത്. പക്ഷെ ഇതിനെ ലോകത്താരും ചോദ്യം ചെയ്യുന്നില്ല. അപ്പോൾ അതിലൂടെ എന്താണ്? നിയമവിരുദ്ധമായ ഒരു കാര്യമാണ് ഗസയ്ക്ക് നേരെയുള്ള ഉപരോധം, അത് പിൻവലിക്കണം എന്നൊരാവശ്യം അത് ലോകത്തിൻ്റെ മുന്നിലേക്ക് പിന്നെയും കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് ഈ ഇത്തരം യാത്രകളിലുള്ള ലക്ഷ്യം. ആ നിലക്ക് അവർ ലക്ഷ്യം വിജയിക്കുന്നുണ്ട്. നോക്കൂ, ഇസ്രായേലും അമേരിക്കയും അവരുടെ ബില്യൺ കണക്കിന് ഡോളർ മുടക്കിയുള്ള എല്ലാ പ്രൊപ്പഗാൻഡ സാമഗ്രികളും എല്ലാം വിചാരിച്ചിട്ടും ലോക മനസാക്ഷിയിൽ പലസ്തീൻ ഇപ്പോഴും നിൽക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് ഈ ജാതി ബഹളങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടും അവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ പലസ്തീന് വേണ്ടിയുള്ള സംസാരം നിലക്കുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള മനുഷ്യർ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. അവർ ഈ മാനവികതയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യരുണ്ട്. നോക്കൂ, ഈ ആക്ടിവിസ്റ്റുകൾ ഇങ്ങനെ ഒരു ചെറു വഞ്ചിയിൽ ഇങ്ങോട്ട് പുറപ്പെടുമ്പോൾ അവർ ഒന്ന് ആലോചിക്കണം. ഒരാഴ്ച മുമ്പാണ് ഇതേപോലെ പുറപ്പെട്ടൊരു സംഘത്തിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായത്. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ പുറപ്പെടുന്നത്. വലിയ സന്നാഹങ്ങളും സൗകര്യമുള്ള കപ്പലല്ല, മെഡിറ്ററേനിയൻ കടലിലൂടെയാണ് പോകുന്നത്. ഒരു ഡ്രോൺ ആക്രമണം ഉണ്ടായി കപ്പൽ പിളർന്നു കഴിഞ്ഞാൽ കടലിൽ മുങ്ങിച്ചാവുകയല്ലാതെ മറ്റു വഴിയില്ല.
സമാനമായത് സംഭവിച്ചിട്ടുണ്ട്. മുമ്പ് മാവി മർമര കപ്പൽ ഇവർ ആക്രമിച്ചിട്ടുണ്ട്, 10 പേരെ കൊന്നിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ടായിരിക്കുകയും അതിനൊന്നും ഭയക്കാതെ ചെറുപ്പക്കാരികളും ചെറുപ്പക്കാരും സ്വന്തം ജീവൻ അപകടത്തിലാകുമെന്ന് കണ്ടിട്ട് പോലും ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുന്നു എന്നുള്ളത് ലോകത്തുള്ള സമാധാനവാദികളെ സംബന്ധിച്ചിടത്തോളം, സാമ്രാജ്യ വിരുദ്ധവാദികളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായിട്ടുള്ള, ആശ്ചര്യകരമായിട്ടുള്ള, ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ സമരം എന്ന് പറഞ്ഞാൽ എന്താണ്, ബഹിഷ്കരണം എന്ന് പറഞ്ഞാൽ എന്താണ്, അധിനിവേശത്തിനെതിരായ പോരാട്ടം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊന്നും മനസ്സിലാക്കാത്ത നമ്മുടെ നാട്ടിലെ കുറേയധികം ബുദ്ധിജീവികൾ ഇതൊക്കെ എന്താണെന്ന് അറിയാതെ നട്ടം തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. യെസ്, അല്ല ജിംസി, ഇപ്പം ഇതിനകത്ത് അവർക്ക് അവിടെ വരിക, ഭക്ഷണം കൊടുക്കുക എന്നുള്ളതല്ല, അപ്പുറത്ത് ഇസ്രയേലിൻ്റെ ഒരു ശക്തിയെയും അതിൻ്റെ ഗർവിനെയും പരിഗണിക്കാതെ മനുഷ്യർ അതിനോട് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു, അവിടേക്ക് വരാൻ ധൈര്യപ്പെടുന്നു എന്ന് പറയുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ച് അതുണ്ടാക്കുന്ന ഒരു വാർത്തയും അതുണ്ടാക്കുന്ന ഒരു അന്തരീക്ഷവും ഡിസ്റ്റർബിംഗ് ആണോ? ഡിസ്റ്റർബിംഗ് ആകാൻ കാരണം ഈ ജൂൺ 1-ാം തീയതി ഈ യാനം എന്തായാലും പറയാം, നൗക പുറപ്പെടുമ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ പരതുവാണെങ്കിൽ അതിൽ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള ചിത്രം ഈ പായക്കപ്പലിൻ്റെ തൂണിൽ ഗ്രേറ്റ തുൻബർഗ് ഈ ഫലസ്തീൻ ഫ്ലാഗും പുറച്ചു നിൽക്കുന്ന ചിത്രമാണ്. അതിൻ്റെ ഒരു കൾച്ചറൽ ഇമ്പാക്റ്റ് ചെറുതല്ല നിഷാദ്. കാരണം ഇപ്പം തന്നെ നോക്കും, ഇപ്പോൾ ഗ്രേറ്റാന്ന് അടിച്ചു കഴിഞ്ഞാൽ ഗ്രേറ്റയുടെ പഴയ ചെറുപ്പത്തിലുള്ള ഫോട്ടോ, 10 വയസ്സ് പോലും അവർ ആക്ടിവിസത്തിലുള്ളതാണ്. പക്ഷെ ഇപ്പോൾ മുതിർന്ന യുവതിയായി അവരുടെ ഇപ്പോഴത്തെ ഈ ഫോട്ടോയാണ് സോഷ്യൽ മീഡിയയിൽ കാണുക. എന്നാൽ ഇൻസ്റ്റയിൽ നോക്കിയാലും ഫേസ്ബുക്കിൽ നോക്കിയാലും ട്വിറ്ററിൽ നോക്കിയാലും എവിടെ നോക്കിയാലും ഗ്രേറ്റ ആ പായക്കപ്പലിൽ പിടിച്ചിരിക്കുന്നതാണ്. അതെന്തുകൊണ്ട് പവർഫുൾ ഇമേജറി ആവുന്നു വെച്ചാൽ, നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ഈ 10 പേരെ കൊന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. ഈ കപ്പലെന്ന് വരുമ്പോൾ ഇവർ നേരത്തെ തന്നെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു വീഡിയോ. അതായത് ഞങ്ങളെ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നാണ്. ഞങ്ങൾ ഇസ്രായേലിനെ അതായത് അവർ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അവിടെ എന്ത് സംഭവിക്കുമെന്ന് അവർക്ക് അറിയാം. അപ്പോൾ ആ വീഡിയോ പുറത്തു വരുന്നു. അതിനിടയിൽ തന്നെ ഇവർ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി തന്നെ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ ഇവർ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവർ ഇൻ്റർനെറ്റ് കട്ട് ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ യാത്രക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നോക്കുക, ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിന് ഈ നിയമവിരുദ്ധത, ഇപ്പോൾ കടലിലാണെങ്കിലും കരയിലാണെങ്കിലും ആകാശത്താണെങ്കിലും ഈ നിയമവിരുദ്ധത ചെയ്യാനുള്ള ഒരേ ഒരു പിന്തുണ എന്ന് പറയുന്നത് അമേരിക്കയാണ്. അമേരിക്കയുടെ $3.8 ബില്യൺ ഡോളർ എല്ലാ വർഷവും കിട്ടുന്ന ഒരു രാജ്യം. അവർക്ക് ബോംബിടാൻ ആ പൈസ മതി. അപ്പോൾ അമേരിക്കയുടെ രാഷ്ട്രീയവും സൈനികവും സാമ്പത്തികവുമായുള്ള പിന്തുണ കൊണ്ട് മാത്രം നിയമവിരുദ്ധത ചെയ്യാൻ കഴിയുന്നു. അല്ലെങ്കിൽ മറ്റേത് രാജ്യമാണെങ്കിലും ഏതെങ്കിലും അന്താരാഷ്ട്ര വേദികളിൽ അവർ ചോദ്യം ചെയ്യപ്പെടുകയോ അത് തടയപ്പെടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ UN സെക്യൂരിറ്റി കൗൺസിലാണെങ്കിൽ പോലും ഇടപെടലുണ്ടാവുകയോ ചെയ്യും. ഇത് അമേരിക്ക ഉണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. ഈ അമേരിക്കയിൽ തന്നെ ഈ ഒരു ഇമേജ് സൃഷ്ടിക്കുന്ന ഒരു മാറ്റമുണ്ട്. അമേരിക്കയിൽ തന്നെ ഇപ്പോൾ ഫ്രീ പലസ്തീൻ എന്ന് പറഞ്ഞ കോസിനോടുള്ള ആളുകളുടെ സപ്പോർട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. യൂറോപ്പിൽ അതിൽ കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്ന് മാത്രമല്ല, യൂറോപ്യൻ രാജ്യങ്ങൾ മുൻകാലങ്ങളെക്കാൾ കൂടുതലായി ഈ ഫലസ്തീൻ്റെ ഈ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സ്വതന്ത്ര ഫലസ്തീൻ രാജ്യം എന്നുള്ളൊരു ആവശ്യത്തോട് അവർ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. യുവതലമുറയിൽ വലിയ തോതിൽ മാറ്റം ഉണ്ടാകുന്നു. ആ ഒരു ജനറേഷൻ ഡിവൈഡ് ഈ കാര്യത്തിലുണ്ട്. ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റിൽ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ കാണുന്നത് പോലെ തന്നെ കേരളത്തിൽ അത് ദൃശ്യമാണല്ലോ. കേരളത്തിൽ ഈ പറയുന്ന ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞാൽ എല്ലാം ഈ പറയുന്ന 40+ അല്ലെങ്കിൽ 50+ ആളുകളാണ് ഇസ്രായേലിനൊപ്പം നിൽക്കുന്നത്. അതിൽ താഴെയുള്ള യുവാക്കൾ വളരെ കുറവാണ്. അതായത് ഇസ്രായേൽ ചെയ്യുന്നത് എന്താണെന്ന് കാണുന്ന യുവാക്കൾ വളരെ കുറവാണ്. ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ BDSനെ കളിയാക്കുകയോ അല്ലെങ്കിൽ ഫ്രീഡം ഫ്ലോട്ടിലെ അധിക്ഷേപിക്കുകയോ ചെയ്യുന്നത്. ഇത് തന്നെയാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ അമേരിക്ക നടക്കുന്നത്. ഇപ്പോൾ ഗ്രേറ്റ തുൻബർഗിനെ പറ്റി കഴിഞ്ഞ ഒരാഴ്ചയായിട്ടുണ്ടാകുന്ന അധിക്ഷേപങ്ങൾ എല്ലാം ഈ പറയുന്ന ഈ 40+ ആളുകളിൽ നിന്നാണ്. 40+ ആളുകളായിട്ടുള്ള ബുദ്ധിജീവികൾ, 40+ ആളുകളായിട്ടുള്ള ടെലിവിഷൻ ആങ്കർമാർ, പിയേഴ്സ് മോർഗനെ പോലുള്ളവർ പറഞ്ഞ് ഇവിടെ സെൽഫി എടുക്കാൻ പോകുന്നതാണ് എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ജീവൻ പണയം വെച്ച് സെൽഫി എടുക്കാൻ പോയി. അത്രമാത്രം ബുദ്ധിശൂന്യമായ ഒരു പെൺകുട്ടിയായിട്ട് അവരെ വരച്ച് കാണിക്കുക. സെൽഫി ആട്ടെന്നാണ് ഇസ്രായേലി പ്രതിരോധം. അപ്പോൾ ഈ പുതിയ തലമുറ ഈ ഇമേജറിയിൽ ആകൃഷ്ടരാകുന്നു. ഈ പുതിയ തലമുറ ഈ ഫലസ്തീൻ കോസ് എന്താണെന്ന് മനസ്സിലാക്കുന്നു. ഇതിനർത്ഥം നാളെ ഇവരെല്ലാം കൂടി ചേർന്ന് അവരുടെ സർക്കാരിൻ്റെ പോളിസികൾ തിരുത്തി ഫലസ്തീൻ രാജ്യം യാഥാർത്ഥ്യമാക്കും എന്നല്ല എന്നർത്ഥം. ഇത് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഈ ഷിഫ്റ്റ് ചെയ്യുന്നതിൽ ഞാൻ വിചാരിക്കുന്നത് ഈ 2023 ഒക്ടോബർ 7 ശേഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂവ്മെൻറ്റാണ് ഈ പറയുന്ന ഫ്ലോട്ടിലെ എന്ന് പറയാം. അതിൻ്റെ കാരണം ഗ്രറ്റയാണ്. ഗ്രറ്റ അല്ലെങ്കിൽ തന്നെ ഒരു ഇൻ്റർനാഷണൽ ഫെയിം ഉള്ള ഒരു ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ വളരെ ചെറിയ പ്രായത്തിൽ 10 വയസ്സിലോ മറ്റോ ആണ് ഈ ക്ലൈമറ്റ് ചേഞ്ചിനെതിരെ അവർ രംഗത്ത് നിന്നത്. ഇന്ന് അവർ മുതിർന്നു കഴിഞ്ഞിരിക്കുന്നു. അവരൊരു യൂത്ത് ഐക്കണായി, ഫലസ്തീന് വേണ്ടിയുള്ള യൂത്ത് ഐക്കണായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് അവരൊരു സ്വീഡിഷ് വംശജയാണ്, സ്വീഡനിൽ നിന്നുള്ള ഒരാളാണ്. ഇതുപോലുള്ള ഐക്കണുകൾ ഇനി ഉയരാൻ പോവുകയാണ്. ഈ ഫ്ലോട്ടിലയുടെ ഇത് വിജയിക്കില്ല എന്ന് ഉറപ്പിച്ച് അവർ പുറപ്പെട്ടതാണ്.
എൻ്റെ കാരണം ആകെ 5 ഫ്ലോട്ടിലകളെ ഗസയിൽ എത്തിയിട്ടുള്ളൂ. ഈ അവിടെ സീജ്, അത് ഉപരോധം ശക്തമാക്കിയതിനു ശേഷം ഒരു ഫ്ലോട്ടിലെയും അങ്ങോട്ട് വരാൻ അവർ സമ്മതിച്ചിട്ടില്ല. അത് വരില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ്, അതായത് തോൽക്കാൻ പോകുന്ന സമരം ചെയ്യാൻ വേണ്ടിയാണ് അവർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. എല്ലാ സമരവും വിജയിക്കാനില്ല എന്ന് ഉത്തമ ബോധ്യമുള്ള ആളുകളുമാണ് അവർ. അപ്പോൾ ഇത്തരം കൊച്ചു കൊച്ചു മൂവ്മെൻറ്റുകൾ, ഈ മൂവ്മെൻറ്റുകൾ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഒരർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ സോഫ്റ്റ് പവറിനെയാണ് ഇടിച്ചു കളയുന്നത്. ഇപ്പോൾ ഡിപ്ലോമാറ്റിക്കലി നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണ്. അമേരിക്ക മാത്രമാണ് കൂടെയുള്ളത്. ഇപ്പോൾ ബ്രിട്ടൻ കൂടെയുണ്ട്, അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ യൂണിയൻ, യൂറോപ്യൻ രാജ്യം കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ പോലും അവർ അറച്ചറച്ചാണ് നിൽക്കുന്നത്. സ്പെയിൻ പോലെ ഉള്ള രാജ്യങ്ങൾ, അതുപോലെ നോർവേ, ഇത്തരം രാജ്യങ്ങളൊക്കെ ഇസ്രായേലിൽ നിന്ന് അകന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ഡിപ്ലോമാറ്റിക്കലി ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം, മറ്റൊരർത്ഥത്തിൽ കൾച്ചറലി ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം, വേറൊരർത്ഥത്തിൽ എന്താണ് പറയുക, ഒരു തരം ബഹിഷ്കരണം, നമ്മളിപ്പോൾ BDS പറയും പോലെ വേറൊരു തരത്തിൽ സാമൂഹികമായ രാഷ്ട്രീയമായ ഭ്രഷ്ട് നേരിടാൻ പോവുകയാണ്. അപ്പോൾ ഇത് ചെറിയ മാറ്റം ഉണ്ടാകുമെന്ന് വെച്ചാൽ ഇന്നോ നാളെയോ ഇത് സംഭവിക്കുന്നുള്ളതല്ല. ഇത് ഒരു ഓൺഗോയിങ് ആണ്. അത് കുറേ നാൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷെ അതിൽ ഈ 21-ാം നൂറ്റാണ്ടിൽ, ഇപ്പോൾ 20-ാം നൂറ്റാണ്ടിൽ 24-ാം നൂറ്റാണ്ടും നീണ്ടു കിടക്കുന്ന ഒരു പ്രശ്നമാണല്ലോ ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റ്. ഈ 20-ാം നൂറ്റാണ്ടിനെ അപേക്ഷിച്ച് 21-ാം നൂറ്റാണ്ടിൽ പോലും ഈ ഒക്ടോബർ 7-ന് ശേഷം ഉണ്ടാകുന്നൊരു മാറ്റം അത് വളരെ എവിഡൻ്റ് ആണ്, ദൃശ്യമാണ്. അതിന് ഇത്തരം വ്യക്തിത്വങ്ങൾ, ഇപ്പോൾ ഗ്രറ്റയെ പോലുള്ള വ്യക്തിത്വങ്ങൾ അതിൽ വലിയ പങ്ക് വഹിക്കും. ഇനിയും കൂടുതൽ ഗ്രറ്റമാർ ഈ മൂവ്മെൻറ്റിലേക്ക് വരുമെന്നാണ് ഈ കഴിഞ്ഞ ഒരാഴ്ചത്തെ കാര്യങ്ങൾ നോക്കുമ്പോൾ തോന്നുന്ന സൂചന. യെസ്. അപ്പോൾ ഗസയുടെ പ്രശ്നം അവിടുത്തെ 2 മില്യൺ ആൾക്കാരുടെ മാത്രം പ്രശ്നമല്ല, അത് ലോകത്തിൻ്റെ പ്രശ്നമാണ്, മാനവികതയുടെ പ്രശ്നമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന, ഉയർത്തി പറയുന്ന വലിയ ജനസഞ്ചയങ്ങളെയാണ് നമ്മൾ കാണുന്നത്, അതിൻ്റെ മുമ്പിൽ പോകുന്ന നൗകകളെ.